ఫ్రెండ్స్, నేనైతే ఫస్ట్ టైం మదీనాకు వచ్చాను. సో చాలా అంటే చాలా బాగుంది ఈ ప్లేస్ అయితే. అంటే നോൺ മുസ്ലിം. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഞാനിന്നൊരു വീഡിയോ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷവും അത്ഭുതവും തോന്നി. വീഡിയോ എന്താണെന്ന് വെച്ചാൽ മദീനയിലെ ഹബീബായ നബിയുടെ പള്ളി. ആ മദീനയിലെ ഹറമിലെ പള്ളിയിൽ ഒരു ഹിന്ദുമത വിശ്വാസിയായ ഒരു സ്ത്രീ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യാൻ, അവരുടെ കയ്യിൽ ഒരു കൈക്കുഞ്ഞുണ്ട്, സംസം വെള്ളമുണ്ട്. വളരെ അത്ഭുതത്തോടെയാണ് അവർ ആ വീഡിയോയിൽ സംസാരിക്കുന്നത്. സാധാരണ ഇപ്പോ വേറൊരു മതവിശ്വാസക്കാരുടെ ഒരു ആരാധനാ കേന്ദ്രത്തിൽ ഒരു ഇതര വിശ്വാസി വരുന്നു എന്നുള്ളത് ഏതൊരു വിശ്വാസിക്കും വളരെ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ കാണലുണ്ട്, ഒരു മുസ്ലിം പള്ളിയിലേക്ക് ഒരു ഹിന്ദുമത വിശ്വാസി ആ പള്ളിയുടെ ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ടായിരിക്കെ അതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ കാണാൻ വരിക, അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അനുഭവിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാഴ്ചയാണ്. അപ്പൊ എനിക്ക് ഈ വീഡിയോ സന്തോഷപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് മക്കത്ത് അങ്ങനെ മുസ്ലിങ്ങളല്ലാത്തവർക്ക് പ്രവേശനമില്ല ഹറമിന്റെ ഒരു ഭാഗത്ത്. അതോടൊപ്പം കേൾക്കുന്ന ഒന്നാണ് മദീനയിലും അങ്ങനെയാണോ. എന്നാൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഒരു കാഴ്ച, മദീനയുടെ പള്ളിയോട് ചേർന്ന് ഈ ഒരു യുവതി വന്നിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് പറയാണ്, അതിന്റെ പ്രധാന ഗേറ്റിലൂടെ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. അവർ സിന്ദൂരം ചാർത്തിയിട്ടുള്ള ആ ഒരു ഹിന്ദുമത വിശ്വാസിയായ ആ വിശ്വാസത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് അവരവരുടെ ഒരു രീതി അനുസരിച്ച് പർദ്ദയൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിലും അവർ ആ പറയുന്നൊരു കാര്യങ്ങളുണ്ട്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര അഭിമാനം തോന്നി. നമ്മുടെ വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ ഏതൊരു മതവിശ്വാസിയുടെ വിശ്വാസങ്ങളെയും ആദരിച്ചുകൊണ്ട് മറ്റൊരു മതവിശ്വാസിയെ വന്നിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ട് സന്തോഷത്തോടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അതൊരു വലിയ അഭിമാന കാഴ്ചയാണ്. അപ്പൊ നിങ്ങൾ എത്ര പേര് ആ വീഡിയോ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന മക്കയിലും മദീനയിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ നോൺ മുസ്ലിംസിന് അവിടെയൊക്കെ കയറുന്നതിന്റെ ഒക്കെ എന്താണ് അവിടുത്തെ നിയമങ്ങൾ എന്നുള്ളതെന്ന് പറയാം. ഒരു 10-50-70 വർഷങ്ങൾക്ക് മുൻപ്, അതായത് സൗദി അറേബ്യയിൽ ഒരു വഹാബിവൽക്കരണം, അതായത് ആലി സൗദിന്റെ കുടുംബം അവിടുത്തെ ഭരണം ഏറ്റെടുക്കുന്നതിന് മുൻപ് മദീനയിൽ അങ്ങനെ ഇതര മതവിശ്വാസികൾ, നോൺ മുസ്ലിംസിനൊക്കെ വരാൻ അനുമതി ഉണ്ടായിരുന്നു. പിന്നീടാണ് അതൊക്കെ നിർത്തൽ ചെയ്തത്. അതുകൊണ്ട് ഇത് ആത്യന്തികമായിട്ട് പണ്ടുകാലങ്ങളെ ഇങ്ങനെ വരാൻ പാടില്ല എന്നൊന്നുമില്ല. ഇങ്ങനെ വരരുത് എന്ന് പറയുന്ന പണ്ഡിതന്മാരൊക്കെ കാണാം. എന്തായാലും നിങ്ങൾ ఆ వీడియో ഒന്ന് കാണാം. హాయ్ ఫ్రెండ్స్, నేనైతే ఫస్ట్ టైం మదీనాకు వచ్చాను. సో చాలా అంటే చాలా బాగుంది ఈ ప్లేస్ అయితే. అంటే నాన్ ముస్లిమ్స్ అసలు ఎలా చేస్తారో చెయ్యరో అనుకున్నాను, కానీ ఎలా చేశారు. అండ్ నేను లోపలికి మెయిన్ డోర్ లోపలికి అయితే వెళ్ళి ఒక 2 మినిట్స్ కూర్చొని కూల్ వాటర్ ఉంటాయి, అవి తాగేసి అయితే వచ్చాను. సో చాలా అంటే చాలా హ్యాపీగా ఉంది నాకు. చాలా మందికి అసలు లోపలికి పంపించలేదు, కానీ అన్ఎక్స్పెక్టెడ్గా అయితే లోపలికి వెళ్ళిపోయాము. చాలా హ్యాపీగా ఉంది. సో మీరు కూడా చూడండి, ప్లేస్ అయితే చాలా అంటే చాలా పీస్ఫుల్గా ఉంది ఫ్రెండ్. ప్రతి ముస్లిమ్స్కి అయితే పవిత్రమైన ప్లేస్ ఇది మదీనా. మెయిన్ అదే, ఎందుకంటే అల్లాస్ మెసెంజర్ గ్రేవ్యార్డ్ అది. సో చూడండి, టైం అయిపోయింది, వెళ్ళాలని అంటున్నారు. సో బాయ్ ఫ్రెండ్స్. ఫైనల్లీ ఈ వ్యూ చూడండి ఫ్రెండ్స్, అండ్ వ్యూ ఎలా ఉందో కామెంట్ చేయండి. అలాగే వీడియోకి అయితే లైక్ చేయండి, సబ్స్క్రైబ్ చేయడం మాత్రం అసలు మర్చిపోకండి ఫ్రెండ్స్. ఇంకా സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എനിക്ക് അപ്പൊ അവർ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, എനിക്കിവിടെ ഞാൻ ഈ പള്ളിന്റെ ഗേറ്റിലൂടെയാണ് വന്നത്, എനിക്ക് ഭയങ്കര സന്തോഷമായി, ഒരു അത്ഭുതമുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ, പിന്നെ അവിടുത്തെ സൗകര്യങ്ങൾ, അവിടുത്തെ ടെക്നോളജികൾ, ആ പള്ളിയുടെ ഒരു ഭംഗി, ആ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഒരു ആത്മീയ ചൈതന്യങ്ങൾ, പിന്നെ അവിടുന്ന് കിട്ടിയ സംസം വെള്ളം, ആ വെള്ളം. അപ്പൊ ആ കുട്ടിയൊക്കെ ആയിട്ട് കുട്ടീനെ ഒക്കത്തെടുത്തുകൊണ്ട് ആ സ്ത്രീ പറയുന്ന ഒരു കാഴ്ചകൾ വളരെ സന്തോഷമുള്ള ഒന്നാണ്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണമുണ്ട്. ഇപ്പൊ ഞാന് മറ്റു മതവിശ്വാസികൾ ചില ആരാധനാ കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ട്. ഒന്ന് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ കടക്കാൻ അങ്ങനെ ഹിന്ദുമത വിശ്വാസികൾക്ക് മാത്രമേ പാടുള്ളൂ. പക്ഷേ നമ്മളങ്ങനെ ഓരോരുത്തരുടെ ജാതികൾ നോക്കലും നമ്മളങ്ങനെ എൻ്റെ ഒരു ഹിന്ദു സുഹൃത്തിന്റെ കൂടെ ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നീട് ഞാൻ വേളാങ്കണ്ണിയിൽ പോയിട്ടുണ്ട്. അതോടൊപ്പം ചില ക്ഷേത്രങ്ങളിലൊക്കെ ചിലയിടത്തിന് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് കാണാം, അവിടെ നമ്മൾ കയറാറില്ല. അപ്പൊ നമുക്ക് മറ്റു മത വിശ്വാസികളുടെ ആരാധനാ കേന്ദ്രങ്ങൾ, അതുപോലെ പളനിയിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോ പളനിയിൽ അങ്ങനെ മറ്റു മത വിശ്വാസികൾ കയറാൻ പാടില്ല തോന്നുന്നു, ചില നിയന്ത്രണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ പോകുന്നത് നമ്മളവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടൊന്നല്ല, അതിനോടൊരു ആദരവ് ഉണ്ടായിട്ടും അത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. അപ്പൊ നമ്മളെ കൂടെ കൊണ്ടുപോകുന്നത് അവരുടെ തന്നെ മതവിശ്വാസികളാ. അപ്പൊ നമുക്കത് കാണുമ്പോൾ, നമ്മളവിടെ കയറുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര അഭിമാനമാണ്. അതുപോലെ തന്നെയാണ് നമുക്കും. അതായത് ഒരു മതവിശ്വാസി, ഇപ്പൊ ഒരു മുസ്ലിം മതവിശ്വാസികളുടെ പള്ളി, ഇപ്പൊ പൊന്നാനി പള്ളി കാണാൻ ഒരുപാട് ഹിന്ദുക്കളെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അവിടുത്തെ കാഴ്ചകൾ കാണാൻ, അവിടുത്തെ എന്താ പറയുക ചരിത്രപരമായ നിർമ്മിതികൾ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച ആളുകളെയൊക്കെ കൊണ്ടുപോവുകയും അവരൊക്കെ കാണാൻ അനുവദിക്കുകയും ചെയ്യാറുണ്ട്. ഇതുപോലെ മദീന പള്ളിയിലേക്ക് ഇങ്ങനെ ഒരു സ്ത്രീ വന്നിട്ടൊരു കാഴ്ച കാണുന്നു, അവരോട് എക്സൈറ്റഡ് ആവുന്നു. പക്ഷെ മക്കയിലെ ഹറമിന്റെ ഭാഗത്തേക്കൊന്നും ഇങ്ങനെ കടത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
മദീനയിൽ കുറച്ചും കൂടി നിയമങ്ങളൊക്കെ ഒരു ഇളവുകളുണ്ട്. അവിടെ ഈ ഭാഗങ്ങളിലൊക്കെ കാണാനൊക്കെ പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എല്ലാവരും ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ മറ്റു മതവിശ്വാസങ്ങളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതും പഠിക്കുന്നതൊക്കെ വിശ്വാസങ്ങളോടുള്ള മറ്റു മതത്തോടുള്ള ഒരു ആദരവും റെസ്പെക്റ്റും ഉണ്ടാക്കാൻ കാരണമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഇപ്പൊ ഹജ്ജിന്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് വിശ്വാസങ്ങൾ എടുത്തു വയ്ക്കോ, എല്ലാ വിശ്വാസങ്ങളുടെയും ഈ സംഗമങ്ങളൊക്കെ ഒരു പർവ്വതങ്ങളോട് ചേർന്നിട്ടായിരിക്കും. ഇപ്പൊ ഹിന്ദുക്കൾക്കാണെങ്കിൽ ഹിമാലയം, അതവരുടെ ശിവനും അതോടൊപ്പം അങ്ങനെയുള്ള ഒരു വിശ്വാസങ്ങളൊക്കെയാണ്. ഇപ്പൊ ഈ കേദാർനാഥ് അവിടെ ആയിരുന്നത്ര പണ്ട് ശിവഭഗവാനും അതോടൊപ്പം പാർവതിയൊക്കെ താമസിച്ചിരുന്നു. അപ്പൊ അവരൊരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് വിഷ്ണുവിന് അവിടെ താമസിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ വിഷ്ണു അവിടെ ഒരു കുട്ടിയുടെ വേഷത്തിൽ വന്നിട്ട് വിഷ്ണു ആ ഒരു എന്താ പറയുക ശിവന്റെ വീട്ടിൽ താമസിക്കാൻ വന്നെന്നും ആ കുട്ടി വിഷ്ണു ആണെന്നുള്ളത് ശിവൻ മനസ്സിലാക്കി, പക്ഷെ പാർവതി മനസ്സിലാക്കിയില്ല. അങ്ങനെ ആ പർവ്വതത്തിൽ നിന്ന് കേദാർനാഥ് പർവ്വതത്തിൽ നിന്നാണ് അവർ മാറി മറ്റൊരിടത്തേക്ക് മാറി എന്നൊക്കെയാണ് ഹിന്ദുമത വിശ്വാസത്തിൽ പുരാണങ്ങളിലൊക്കെ പറയുന്ന ഒരു കഥ. എന്ന് വെച്ചാൽ എല്ലാ എന്താ പറയാ മതങ്ങളിലും പുണ്യസ്ഥലങ്ങളായിട്ട് കാണുന്ന ഇടങ്ങളൊക്കെ പർവ്വതങ്ങളിലോ മലകളിലോ ഒക്കെ ആയിരിക്കും. അത് ഇസ്ലാം മതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ക്രിസ്തു മതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ജൂതമതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എല്ലാ മതങ്ങൾക്കും അതിൽ ഭയങ്കര ഐക്യമാണ്. ഇപ്പൊ മക്ക എന്ന് പറയുന്ന ഒരു സംഗമം, ഇപ്പൊ ഹജ്ജിന്റെ ഒരു സമയമാണല്ലോ, അതൊരു പർവ്വതത്തിന്റെ മുകളിലാണ്. അറഫ സംഗമം അതൊരു പർവ്വതത്തിന്റെ മുകളിലാണ്. ജബലുന്നൂർ, ഇങ്ങനെ എല്ലാത്തിനും ഒരു മല ഒരു പർവ്വതം എന്നുള്ളത് ഒരു വലിയ ഘടകമാണ്. അതിനൊരു ആത്മീയമായ ഒരു ഐക്യപ്പെടലുണ്ട് എന്നുള്ളതാണ് വളരെ കൗതുകം. അപ്പോൾ ഹജ്ജിന്റെ ഒരു സമയമാണ്. അപ്പൊ ഇങ്ങനെ ഈ വീഡിയോ സ്ത്രീ പോകുന്നത് ഹജ്ജിന്റെ സമയത്ത് അല്ലെങ്കിലും ഈ വീഡിയോ ഇപ്പോഴാണ് പുറത്തു വന്നത്. നേരത്തെ മുമ്പ് കണ്ട ആളുകളുടെ നിന്ന് കമന്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എന്നോട് നമ്മൾ രാവിലെ ചോദ്യം ചോദിച്ചിരുന്നു, കാബന്റെ കാബയുടെ കില്ല ഇങ്ങനെ ഈ ഹജ്ജിന്റെ സമയത്തിന് ഉയർത്തി കെട്ടും, ഇതെന്തിനാണ് ഉയർത്തി കെട്ടുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചിരുന്നത്. പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. പക്ഷെ സൗദി അറേബ്യയുടെ ആ സർക്കാർ അവകാശപ്പെടുന്ന ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഹജ്ജിൽ ഒരുപാട് ആളുകൾ വരാറുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ അവർ കാബ കിസ്വ തൊടാനൊക്കെ ശ്രമിക്കും. അങ്ങനെ കിസ്വക്ക് ഒരു കേടുപാടുകൾ വരാതിരിക്കാൻ ഉയരത്തിൽ ഈ കിസ്വ അങ്ങനെ ഉയർത്തിക്കെട്ടിട്ട് അവിടെ അതിന്റെ ചുമര് കാണാതിരിക്കാൻ വേണ്ടി നല്ല വെള്ള തുണി കൊണ്ട് ഇങ്ങനെ മറക്കും. അതാണ് അതിന്റെ സത്യം. ചില ആളുകൾ പറഞ്ഞു മുമ്പ് റസൂലുള്ളാഹിന്റെ കാലത്ത് അതൊരു വൈറ്റ് കിസ്വയായിരുന്നു, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിസ്വയാക്കുന്നത്. അതൊന്നുമല്ല. സത്യത്തിന്റെ കാരണം ഇതാണ്, ഈ ഇത്രയും ആളുകളൊക്കെ വരുമ്പോൾ അതിന്റെ കിസ്വ തൊട്ടിട്ട് അതിനൊരു കേടുപാടുകൾ വരാതിരിക്കാനും അഴുക്കാവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഉയർത്തി കെട്ടുന്നത്. അവിടെ നിന്ന് പകരം ഒരു വൈറ്റ് കിസ്വ അങ്ങനെ കെട്ടിട്ട്, അതിപ്പോ കാബ ഹജ്ജിന്റെ വേളയിൽ ഇപ്പൊ കാബയുടെ ചിത്രം കണ്ടാൽ അറിയാം ഇത് ഹജ്ജ് കാലത്ത് എടുത്ത കാബയാണോ അതോ നോൺ ഹജ്ജ് സീസണിൽ എടുത്ത കാബയാണോ എന്നുള്ള ചിത്രം കണ്ടാൽ മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആരുടെയും കയ്യിൽ ഇങ്ങനെ കാബയുടെ കിസ്വ കിട്ടിയ ആളുകളുണ്ടോ? എന്തെങ്കിലും താഴെ കമന്റ് ചെയ്യണം. കാബയുടെ കിസ്വ ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്ത് റസാൻ ഫാദി എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട് അവന്റെ കയ്യിൽ കാബയുടെ കിസ്വ വളരെ സന്തോഷമായിട്ട് അവർക്ക് ഒരു സമ്മാനമായിട്ട് കിട്ടിയതാണ്, ഒരാൾ സമ്മാനിച്ചതാണ്. ഇൻഷാ അല്ലാഹ് സമയം കിട്ടുന്നുണ്ടെങ്കിൽ മഴയുടെ കുത്തൊക്കെ ഒന്ന് കുറഞ്ഞാൽ അവന്റെ വീട്ടിൽ പോയിട്ട് ആ ഒരു കിസ്വ ഷൂട്ട് ചെയ്യണം. അവൻ പറഞ്ഞിട്ടുണ്ട് വരണം, ഇതൊന്ന് വീഡിയോയിൽ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ പലരും കാണാത്തവരുണ്ടായിരിക്കാം, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, കാണണം, ഇൻഷാ അല്ലാഹ് തൊടണം എന്ന ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ തൊടുകയും കാണുകയൊക്കെ ചെയ്ത ആളുകളും താഴെ കമന്റ് ചെയ്യൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഹജ്ജ് വിശേഷ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഹജ്ജിന്റെ രാവിൽ ഞാൻ കബങ്കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുബർക്കത്തിൻ വാതിൽ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം, ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം. ഹജ്ജിന്റെ രാവിൽ ഞാൻ കബങ്കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുബർക്കത്തിൻ വാതിൽ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം, ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം. മുത്ത് റസൂൽ തങ്കത്തേരിൽ വരുന്നത് കണ്ട് ൂറുള്ളിസാനിങ്ങേളാടി കളിക്കണ കണ്ട്, മുത്ത് റസൂൽ തങ്കത്തേരിൽ വരുന്നത് കണ്ട് ൂറുള്ളിസാനിങ്ങേളാടി കളിക്കണ കണ്ട് സ്വർണ്ണ കിളി
കിളികൾ പൂന്തോപ്പിൽ പറക്കണ കണ്ട് സ്വർണ്ണ പല്ലക്കിൽ സുലൈമാൻ നബിയെ കണ്ട് സ്വർണ്ണ കിളികൾ പൂന്തോപ്പിൽ പറക്കണ കണ്ട് സ്വർണ്ണ പല്ലക്കിൽ സുലൈമാൻ നബിയെ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം ഹജ്ജിന്റെ രാവിൽ ഞാൻ കബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുബർക്കത്തിൻ വാതിൽ കണ്ട്